മുറിവ് കെട്ടിയ തുണിക്കൊപ്പം സർജിക്കൽ ബ്ലേഡും ഉണ്ടായി എന്നൊരു പരാതി വരുന്നുണ്ട്. പമ്പയിലെ ആശുപത്രിക്കെതിരെയാണ് ഇങ്ങനെ ഒരു പരാതി വരുന്നത്. നെടുമ്പാശ്ശേരി സ്വദേശി പ്രീതയാണ് പരാതിക്കാരി. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ പരാതി അത് ഗുരുതരമായൊരു കാര്യം തന്നെയാണ്. അതും സർജിക്കൽ ബ്ലേഡ് എന്നൊക്കെ പറയുമ്പോൾ എത്രത്തോളം വലിയ അനാസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ പരാതിയിൽ പറയുന്ന കാര്യം എന്താണ്? ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വിശദീകരണം വരുന്നുണ്ടോ? ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു വിശദീകരണം വന്നിട്ടില്ല. ഞാൻ തിരുവനന്തപുരം ഘോഷയാത്ര നെടുമ്പാശ്ശേരി സ്വദേശി ശ്രീത പോയിരുന്നു. അതിന് ആ സമയത്തുണ്ടായ ഒരു മുറിവ് വെച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പമ്പയിലെ ആശുപത്രിയിൽ കയറിയത്. അവിടെ മുറിവ് വെച്ച് കിട്ടുന്നതിനിടയിൽ ആ തുണിക്കൊപ്പം സർജിക്കൽ ബ്ലേഡും വെച്ച് കിട്ടി എന്നുള്ളതാണ് പ്രീതയുടെ പരാതി. ഭാഗ്യത്തിന് മാത്രമാണ് ആ തുണിക്കൊപ്പം ഉണ്ടായിരുന്ന ബ്ലേഡ് ശരീരത്തിൽ കൊള്ളാതിരുന്നത് എന്നാണ് പ്രീത പറയുന്നത്. ഇത് മറ്റുള്ളവർക്ക് ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് DMOയ്ക്ക് പരാതി നൽകിയത്. അശ്രദ്ധമായിട്ടാണ് പരാതിക്കാരി പ്രീത നമ്മളടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതൊന്ന് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം. ഡ്രസ്സിങ്ങിന് വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് അദ്ദേഹം ഉറങ്ങുമായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് വന്ന് എനിക്കതെല്ലാം നോർമൽ സലൈൻ വാട്ടർ എന്തോ കഴുകി. അപ്പോൾ ആളുടെ ആ ഒരു വർക്ക് ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു സംശയം തോന്നിയാണ്. ഞാൻ ചോദിച്ചു, താങ്കൾ ഇവിടെ നേഴ്സുമാരും ഇല്ലേ എന്ന് വെച്ചാൽ പറഞ്ഞില്ല, നേഴ്സ് ആരൊന്നുമില്ല, ഞാൻ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റർ പോലും കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്ത ഒരാളാണ് അദ്ദേഹം എന്ന് എനിക്ക് തോന്നി. കാരണം പാഴ്സൽ സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന പോലെ ഒരു ടേപ്പ് എടുത്ത് ചെയ്യുന്ന പോലെ പ്ലാസ്റ്റർ എടുത്തിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ അമർത്തി പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ അത് തന്നെ വളരെ ഒരു ശരിയായൊരു നടപടിയല്ലേ. അതിനുശേഷം അദ്ദേഹം എനിക്ക് ബാൻഡേഡൊക്കെ ഇട്ട് കട്ട് ചെയ്ത് തന്നു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു എന്തോ. പരാതിക്കാരി പ്രീതയാണ് സംസാരിച്ചപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് ആ സമയം അവർ ചെയ്ത പ്രവൃത്തി അതിൽ തന്നെ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താണ് ചെയ്യാൻ അറിയാത്തത് എന്ന തരത്തിലൊക്കെ ആയിരുന്നു അവർ എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സർജിക്കൽ ബ്ലേഡ്, ആ മുറിവ് കെട്ടിയ തുണിക്കൊപ്പം സർജിക്കൽ ബ്ലേഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഇതുവരെ വിശദീകരണവും ഒന്നും വന്നിട്ടുമില്ല.